ഇത് രാജകൊട്ടാരല്ലേ? രാജാവിനെ കാണാൻ വേണ്ടി പാതാളത്തിൽ നിന്ന് വന്നത്. എല്ലായിടത്തും ഓണാഘോഷത്തിന്റെ വൈബാണ്. ഞാനിപ്പോൾ ഉള്ളത് നിയമസഭയിലെ ജീവനക്കാരുടെ ഓണാഘോഷ പരിപാടിയിലാണ്. വിവിധ ടീമുകളായി നിയമസഭയിലെ ജീവനക്കാർ ഒരുക്കിയ അത്തപ്പൂക്കളമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ അതിന്റെ ഭാഗമായിട്ട് പരിപാടിയുടെ ഭാഗമായിട്ട് വിവിധ മത്സരങ്ങൾ അടക്കം ഒരുക്കിയിട്ടുണ്ട്. നിയമസഭയിൽ ഞങ്ങൾ എല്ലാ വർഷവും വളരെ നല്ല രീതിയിൽ ആഘോഷിക്കുന്നു. ഇപ്രാവശ്യം അതുപോലെ തന്നെ ഗംഭീരമായ ആഘോഷം. കലാപരിപാടികൾ ഇനിയിപ്പോൾ അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ സുന്ദരിക്ക് പൊട്ടുതൊടൽ, പിന്നെ അത് കൂടാതെ വടംവലിയുണ്ട്, പിന്നെ അല്ലാതെ കലാപരിപാടികൾ നമ്മുടെ ഹാളിനകത്തുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു മാവേലിയുണ്ട്. മാവേലിയോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഫോട്ടോ എടുത്തു. നിയമസഭയിലെ ഓണമാണ് ഏറ്റവും വലിയ ഓണം. ഇത് രാജകൊട്ടാരല്ലേ? രാജാവിനെ കാണാൻ വേണ്ടി പാതാളത്തിൽ നിന്ന് വന്നത് രാവിലെ. നമ്മളെ പഴയ കാലത്തുള്ള രാജകൊട്ടാരങ്ങളല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. വലിയ വലിയ രാജകൊട്ടാരങ്ങൾ നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഭൂമിയിൽ വന്നിറങ്ങിയപ്പോൾ ഒരുപാട് മാറ്റങ്ങളാണ് കാണാൻ പറ്റിയത്. നല്ലതായിട്ട് ഓണം അടിപൊളിയായിട്ടുണ്ട്. നല്ല സെറ്റപ്പായിട്ട് കഴിഞ്ഞ പോലെ മറ്റേക്കാളും ഗംഭീരമായിട്ട് എല്ലാരും ഒരുമിച്ച് കാണാനും കളിക്കാനും ഒരുപാട് അവസരങ്ങൾ കിട്ടാറില്ല. അപ്പൊ ഇതുപോലൊരു അവസരം കിട്ടുമ്പോൾ വളരെ സന്തോഷം. നിയമസഭയിൽ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഡൈനിങ് ഹാളിലാണ് സദ്യ ഒരുക്കിയിട്ടുള്ളത്. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു സദ്യയൊക്കെ? നാടും നഗരമൊക്കെ മൊത്തത്തിൽ ഓണ വൈബിലേക്ക് മാറിക്കഴിഞ്ഞു. ഇത്തവണത്തെ ഓണത്തിന് കുറച്ചുകൂടെ നേരത്തെ വലിയ പാച്ചിലായി എന്നുള്ളതാണ്. അപ്പോൾ സ്പീക്കറുടെ ഓണം ആഘോഷ പരിപാടിയാണെന്ന് ജീവനക്കാരും MLA-മാരും മന്ത്രിമാരും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. എല്ലാവർക്കും ഹാപ്പി ഓണം. പക്ഷേ ഓണാഘോഷങ്ങളൊക്കെ പൊടി പൊടിക്കാണ്. എങ്ങനെയുണ്ട് നിയമസഭയിലെ ഓണാഘോഷ സദ്യയൊക്കെ എങ്ങനെയുണ്ട്? നല്ല സദ്യയായിരുന്നു. സ്പീക്കർക്ക് ഞാൻ ഓണാശംസകൾ നേരുകയുണ്ടായി. വളരെ നന്നായി, മറക്കാതെ എല്ലാവരെയും വിളിച്ച് ഓണത്തിന് മറ്റാരുടെ സദ്യയേക്കാൾ ഏറ്റവും പ്രധാന സ്പീക്കറുടെ സദ്യ എന്ന നിലയിൽ നടത്തിയതിന് പ്രത്യേക അഭിനന്ദനം. ഓണം വൈബും ആഘോഷങ്ങളും തുടങ്ങിയിട്ടേ ഉള്ളൂ. 1200ഓളം ജീവനക്കാരെയും ജനപ്രതിനിധികളെയും പങ്കെടുപ്പിച്ച് വലിയൊരു ആഘോഷ പരിപാടി തന്നെയാണ് നിയമസഭയിൽ നടന്നത്. ക്യാമറ പേഴ്സൺ സിജോ സുധാകരനൊപ്പം സുഫാൻ VP, Media One, തിരുവനന്തപുരം.